ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന റിട്ടാർഡഡ് പൊട്ടൻഷ്യൽസിൻ്റെ എക്സ്പ്രഷൻസ് കറക്റ്റ് ആണെന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ സ്കെയിലാർ പൊട്ടൻഷ്യൽ എടുക്കാം. സ്കെയിലാർ പൊട്ടൻഷ്യൽ V is equal to, or V of RT is equal to, V is a function of position and time, that is equal to 1 by 4 pi epsilon naught integral നമ്മൾ എഴുതിയതാണിത് rho r prime TR, where TR is a retarded time, divided by curly r T tau prime. ഇതാണ് സ്കെയിലാർ റിട്ടാർഡഡ് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ. ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു ഷോ ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ഇൻഹോമോജിനിയസ് വേവ് ഇക്വേഷൻ del squared V minus mu naught epsilon naught dou squared by dou t squared is equal to, okay, V ഉണ്ട്, is equal to minus rho by epsilon naught. അല്ലെങ്കിൽ this is also equivalent to writing del squared V minus 1 by c squared dou squared by dou t squared is equal to minus rho by epsilon naught. അതെന്തുകൊണ്ട് ഇക്വലൻ്റ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടാവും, c is equal to 1 divided by square root of mu naught epsilon naught. ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അടങ്ങുന്ന ഒരു സംഭവമാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ് ലൈറ്റ് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്നാണ്. ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്നാണ്. കാരണം മ്യൂ നോട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഭാഗത്തു നിന്നാണ്. എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്, മ്യൂ നോട്ട് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സിറ്റുവേഷനിലാണ്, എപ്സിലോൺ നോട്ട് കാണുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സിറ്റുവേഷനിലാണ്. അതുവരെ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അതിൻ്റെ അർത്ഥം ലൈറ്റ് ഷുഡ് ബി ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ആ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത് ഈ എക്സ്പ്രഷനിൽ നിന്നാണ്. ഓക്കെ, സോ ഇതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? c squared is equal to 1 by mu naught epsilon naught, or mu naught epsilon naughനെ നമുക്ക് 1 by c squared എന്ന് എഴുതാം. അങ്ങനെയാണ് ഇവിടെ ഒരു 1 by c squared വന്നത്. സോ ഇത് പ്രൂവ് ചെയ്താലും മതി. മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഈ എക്സ്പ്രഷനിലേക്കായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കണം. ഗ്രേഡിയൻ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ del v കണ്ടെത്തണം. del v of RT. ഞാൻ എപ്പോഴും ഇനി RT എഴുതണമെന്നില്ല, കുറച്ച് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. സോ 1 by 4 pi epsilon naught integral del rho divided by curly r T tau prime. ബൈ ദ വേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ del എന്ന് എഴുതുമ്പോൾ this is not equivalent to del prime. ഡെല്ലും del പ്രൈമും രണ്ടാണ് കേട്ടോ. അത് എന്തുകൊണ്ട് രണ്ടാണെന്ന് പറയുന്നത്, എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. del എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ ക്യാപ്. del പ്രൈം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെയൊക്കെ പ്രൈംഡ് ആയിരിക്കും. സോ ഡെറിവേറ്റീവ് വിൽ ബി അബൌട്ട് ദ പ്രൈംഡ് കോർഡിനേറ്റ്സ്. അത് ശ്രദ്ധിക്കണം. ഇവിടെ റോ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പ്രൈംഡ് കോർഡിനേറ്റ്സിലും ബന്ധമുണ്ട്, അൺപ്രൈംഡ് കോർഡിനേറ്റ്സിലും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്കിനി ഇതിൻ്റെ ഈ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണ്ടേ. ഡെൽ, ഇവിടെ ഡെല്ലിന് സിമ്പിൾ ഇടാം. ഡെൽ റോ ബൈ ആറ് കണ്ടെത്തണ്ടേ. ഡെൽ റോ ബൈ ആറ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? സിംപ്ലി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. 1 by curly r del റോ പ്ലസ് റോ ഡെൽ 1 by r ചെയ്താൽ മതി. ഇതാണ് ബൈ പ്രോഡക്റ്റ് റൂളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബൈ പ്രോഡക്റ്റ് റൂളാണ്. ഇനി നമുക്കിതിലെ ഈ രണ്ട് വാല്യൂസ് അറിയണം. ഡെൽ റോ എന്താണെന്നും ഈ ക്വാണ്ടിറ്റി എന്താണെന്നും അറിയണം. ഇവിടെയാണ് നമുക്ക് ആദ്യം ഡെൽ റോ കണ്ടുപിടിക്കാം. അവിടെയാണ് നമുക്ക് ഞാൻ പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് റെലവൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡെൽ റോ കണ്ടുപിടിക്കുമ്പോൾ rho is actually a function of r prime and tr. ഓക്കെ, അപ്പോൾ ഡെല്ല് ആക്ട് ചെയ്താൽ ആർ പ്രൈമിന് എഫക്റ്റ് ഉണ്ടോ? ഇല്ല. പ്രൈംഡ് കോർഡിനേറ്റ്സിനെ അല്ല ഡെൽ എന്ന് പറയുമ്പോൾ എടുക്കുന്നത്, അൺപ്രൈംഡ് കോർഡിനേറ്റ്സിനെയാണ്. അൺപ്രൈംഡ് കോർഡിനേറ്റ്സിൽ റോയ്ക്ക് കണക്ഷൻ വരുന്നത് ടി ആർ വഴിയാണ്. കാരണം ടി ആർ ഇസ് ഈക്വൽ ടു ടി മൈനസ് കേർലി ആർ ബൈ സി, ആൻഡ് കേർലി ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് വെക്റ്റർ കേർലി ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ പ്രൈം. ഇങ്ങനെ ടി ആർ വഴി കേർലി ആറിലൂടെയാണ് നമുക്ക്
ഈ ആറിലേക്ക് ഡിപ്പെൻഡൻസ് വരുന്നത്. ഈ ആറിൻ്റെ, അതായത് ഈ ആറിലാണ്, ഈ ആറിനെ എങ്ങനെ എഴുതാം? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് എന്ന് എഴുതാം. സോ അങ്ങനെയാണ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡിലേക്ക് കണക്ഷൻ വരുന്നത്. അല്ലാതെ ആർ പ്രൈമിൻ്റെ വാല്യൂസിന്, അതായത് പ്രൈംഡ് കോർഡിനേറ്റ്സിന് നമ്മുടെ ഈ ഡെറിവേറ്റീവിൽ ബന്ധമില്ല. സോ നമുക്കിവിടെ ചെയിൻ റൂൾ അനുസരിച്ച് നമ്മൾക്ക് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിലേക്കുള്ള കണക്ഷൻ ടി ആർ വഴിയാണ്. സോ വി ഹാവ് ടു അപ്ലൈ ദ ചെയിൻ റൂൾ ആൻഡ് റൈറ്റ് ഡോ റോ ബൈ ഡോ ടി ആർ ഇൻറ്റു ഡെൽ ടി ആർ എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ എഴുതണം. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡെൽ ടി ആർ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡെൽ ടി ആർ കണ്ടെത്താനായിട്ട് നമുക്ക് ടി ആറിൻ്റെ എക്സ്പ്രഷൻ എടുക്കാം. ടി ആർ ഇസ് ഈക്വൽ ടു, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ടി ആർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കാൻ പറ്റുമോ നോക്കാം. ലെറ്റ്സ് സീ. ടി ആർ, ഓക്കെ. ഇവിടെയും റൈറ്റ് സൈഡിലും ഒരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു ഡെൽ ടി മൈനസ് ഡെൽ ആർ ബൈ സി എന്ന് വരും അല്ലേ, ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ. ഡെൽ ടി എന്തുവാണ്? സ്പേഷ്യൽ ഡെറിവേറ്റീവ്സ് ടൈമിനെ അഫക്റ്റ് ചെയ്യില്ല, സോ അത് 0 ആയി പോകും. ബട്ട് മൈനസ് ഈ 1/c വേണമെങ്കിൽ പുറത്തെടുക്കാം, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്, ഡെൽ ആർ എന്ന് കിട്ടും. ഓക്കെ, സോ ഡെൽ ടി ആർ എന്ന് പറയുന്നത് ഇതാണ്, ഡെൽ ടി ആർ. ബട്ട് അടുത്ത ചോദ്യം ഡെൽ ആർ എന്താണെന്നുള്ളതാണ്. സോ ഡെൽ ആർ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഡെൽ ആർ ഈസ് ആക്ച്വലി ഈക്വൽ ടു ആർ ക്യാപ് എന്ന് പറയാം. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ആർ ക്യാപ് ആയത് എന്നുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ ടി ആറിനുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം, മൈനസ് ആർ ക്യാപ്, ഓക്കെ, മൈനസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ സി എന്ന് എഴുതാം. കാരണം ഡെൽ ആർ ഈസ് ഈക്വൽ ടു ആർ ക്യാപ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി ഡെൽ റോ ഈസ് ഈക്വൽ ടു റോ ഡോട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഡോ റോ ബൈ ഡോ ടി ആറിന് റോ ഡോട്ട് എന്ന് എഴുതാം, ടൈം ഡെറിവേറ്റീവ് ആണ്. ഡെൽ ടി ആറിന് പകരം ഇപ്പോൾ മൈനസ് ആർ ക്യാപ് ഡിവൈഡ് ബൈ സിയും കൊടുക്കാം. അപ്പോൾ നമുക്കിത് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ വേണമെങ്കിൽ 2 കൊടുക്കാം. ഓക്കെ, ഇത് പിന്നീട് നമ്മൾ യൂസ് ചെയ്യും. ഞാൻ ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നതൊന്നും നോക്കണ്ട, പിന്നീട് എന്തായാലും ഞാൻ എടുത്ത് പറയാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽ റോ കിട്ടി. ഇനി നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? ഡെൽ 1/r കണ്ടുപിടിക്കണം അല്ലേ. ഡെൽ 1/r, ഡെൽ 1/r. ഡെൽ 1/r എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, 1/y എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റിയെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് അത് എന്താ കിട്ടുക? -1/y² dy/dx കിട്ടുക അല്ലേ. ഈ dy/dxൻ്റെ 3 ഡയമെൻഷണൽ പാർട്ടാണ് ഈ പറയുന്ന ഡെൽ എന്ന് പറയുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -1/r² ഇൻറ്റു ഡെൽ ആർ എന്ന് എഴുതാം. സെയിം ഐഡിയ ആണ്. ഇവിടെ 1/yക്ക് പകരം 1/r ആണ്, അപ്പോൾ -1/r² വന്നു. dy/dxന് പകരം നമ്മളിവിടെ ഡെല്ല് കൊടുത്തു. ആ ഒരു സിമിലർ ഐഡിയ ആണിത്. ഇനി ഡെൽ ആറിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഐഡൻറ്റിറ്റി ഞാൻ പ്രൂവ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആർ ക്യാപ് ഡിവൈഡ് ബൈ r² എന്ന് വരും. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ആണെങ്കിൽ 3 എന്ന് എഴുതാം. ഓക്കെ, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? ഡെൽ വിനെ എങ്ങനെ എഴുതാൻ നോക്കാം? ഡെൽ വി ഇസ് ഈക്വൽ ടു 1/4πε0. അപ്പോൾ ε0 എങ്ങനെയാണ് വരിക? ഇൻ്റഗ്രൽ ഉണ്ട്, ഇൻ്റഗ്രൽ 1/r ഡെൽ റോ ആണ് വരിക. അത് ദാറ്റ് ഈസ് മൈനസ് റോ ഡോട്ട് ആർ ക്യാപ് ബൈ സി പ്ലസ് റോ ഡെൽ 1/r അല്ലേ.
സോ del 1/r del 1/r മൈനസ് ആർ ക്യാപ്പ് വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഈ പ്ലസ്സിന് പകരം വേണമെങ്കിൽ മൈനസ് ഇടാം. മൈനസ് റോ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ മൈനസ് റോ ആർ ക്യാപ്പ് ബൈ ആർ സ്ക്വയർ ഡി ടോപ്പ് പ്രൈം. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതാം. del v is equal to 1/4πε0 integral minus rho dot r cap divided by rc minus rho r cap divided by r square d top prime എന്നൊക്കെ എഴുതാം. ഓക്കെ, കറക്റ്റ്. ആ മേളിലിരിക്കുന്ന സ്റ്റെപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ട് മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ശരിക്കും വേണ്ടത് എന്താ? ഡെൽ സ്ക്വയർഡ് ആണ് അല്ലേ. നമ്മുടെ ഇക്വേഷനിൽ ശരിക്കും ഉള്ളത് ഡെൽ സ്ക്വയർഡ് ആണ്. സി ഇവിടെ ഡെൽ സ്ക്വയർഡ് ആണ്. ഡെൽ സ്ക്വയർഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഡെൽ സ്ക്വയർഡ് കിട്ടാൻ എന്ത് ചെയ്യണം? ഡെൽ ഡോട്ട് ഡെൽ എന്ന് പറഞ്ഞ് കിട്ടിയാൽ മതി. ഡെൽ ഡോട്ട് ഡെൽ ഇസ് ഡെൽ സ്ക്വയർഡ്. ആ ഐഡിയ എവിടെ നിന്നാണ്? ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇഫ് യു ഹാവ് എ വെക്റ്റർ എ ഡോട്ട് എ വെക്റ്റർ എ ദാറ്റ് വിൽ ബിക്കം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്ററിൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ അതേ ഐഡിയ തന്നെയാണ്. സോ ഡെൽ സ്ക്വയർ കിട്ടാൻ ഡെൽ ഡോട്ട് എൽ ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി ഡെൽ വി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെ ഒന്നോടെ ഡൈവേർജൻസ് എടുത്താൽ, അതായത് ഡെൽ ഡോട്ട് എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഡെൽ സ്ക്വയർഡ് വി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡെൽ വിയുടെ എക്സ്പ്രഷൻ നോക്കുക. ഡെൽ വിയുടെ എക്സ്പ്രഷൻ താഴെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ ലെറ്റ്സ് സേ 4. അപ്പോൾ ഇക്വേഷൻ 4ൽ നമ്മൾ ഡൈവേർജൻസ് എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 നെഗറ്റീവ് വേണമെങ്കിൽ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ ഡൈവേർജൻസ് ഓഫ് എന്ത് വരും? ഡൈവേർജൻസ് ഏതിൻ്റെയൊക്കെ വരും? മൈനസ് ഞാൻ പുറത്തെടുത്തു അല്ലേ. അപ്പോൾ റോ ഡോട്ട് ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ആർ സി പ്ലസ് ഡെൽ ഡോട്ട് റോ ആർ ക്യാപ്പ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് ഡി ടോപ്പ് പ്രൈം. ഓക്കെ, അപ്പോൾ ഇതാണ് വരിക. ഇനി വി ക്യാൻ യൂസ് എ ഫെമിലിയർ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി. അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഐഡൻറ്റിറ്റി ഉണ്ട്. ഐഡൻറ്റിറ്റി ഇതാണ്: ഡെൽ എഫ് എ. അതായത് എഫ് ഈസ് എ സ്കെയിലാർ ആൻഡ് എ ഈസ് എ വെക്റ്റർ. ഈ എ എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ പൊട്ടൻഷ്യലൊന്നും അല്ല കേട്ടോ. ചുമ്മാ ഒരു വെക്റ്റർ എ ഉണ്ട്. അതിന് നമ്മളൊരു സ്കെയിലാർ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുവാണ്, ഡെൽ എടുക്കുവാണ്. ഗ്രേഡിയൻ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഇക്വലൻ ടു റൈറ്റിംഗ് എഫ് ഇൻറ്റു ഡെൽ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ഡെൽ എഫ്. ദീസ് ടു ആർ ഇക്വലൻറ്റ്. ഇതാണ് ഐഡൻറ്റിറ്റി. ഓക്കെ, ദിസ് ഈസ് എ നോൺ ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ നമ്മുടെ ഇൻ്റഗ്രേഷനിലെ രണ്ട് ടേമുകളെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ടേം, ഈ ടേമിന് ആദ്യം എഴുതാം. സോ ഫസ്റ്റ് ടേം ഡെൽ ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സിനെ എനിക്കെങ്ങനെ എഴുതാം? നമുക്ക് വേണമെങ്കിൽ 1/c പുറത്തെടുക്കാം. 1/c പുറത്തെടുത്താൽ ഡെൽ ഡോട്ട് റോ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/c. ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ വെക്റ്ററായിട്ട് വരുന്നത് ആർ ക്യാപ് ബൈ ആർ ആണ് കേട്ടോ. അപ്പോൾ സ്കെയിലറായിട്ട് വരുന്നത് റോ ഡോട്ട്. സോ നമുക്ക് 1/c റോ ഡോട്ട് ഇൻറ്റു ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ കേർലി ആർ, ഫസ്റ്റ് ടേം ആയി ഐഡൻറ്റിറ്റിയുടെ, പ്ലസ് വെക്റ്റർ എന്ന് പറയുന്നത് ആർ ക്യാപ് ബൈ ആർ ഡോട്ട് ഗ്രേഡിയൻ്റ് ഓഫ് റോ. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ റോ ഡോട്ട് വരില്ലേ? റോ ഡോട്ട് ഉണ്ട്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്കിനി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡെൽ റോ ഡോട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഡെൽ റോ ഡോട്ട് എത്താൻ നോക്കാം.
ഡെൽ റോ ഡോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡെൽ റോ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഡോ റോ ഡോട്ട് ബൈ ഡോ ടി ആർ ഇൻറ്റു ഡെൽ ടി ആർ വരിക. കാരണം സ്പേഷ്യൽ ഡെറിവേറ്റീവ് റോയിൽ അഫക്റ്റ് ചെയ്യുന്നത് ടി ആർ വഴിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെയിൻ റൂൾ അനുസരിച്ച് ചെയ്യേണ്ടി വരും. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് റോ ഡോട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ആർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആവും. അപ്പോൾ ഡബിൾ ഡോട്ട് കൊടുക്കേണ്ടി വരും. ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറയുന്ന പോലെയാണ്. ദെൻ ഒരു ഡെൽ ടി ആർ വരും. ഡെൽ ടി ആർ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? ഡെൽ ടി ആർ എന്താണെന്ന് കണ്ടുപിടിച്ചത്? ഡെൽ ടി ആർ ഇസ് ഈക്വൽ ടു മൈനസ് ആർ ക്യാപ് ബൈ സി അല്ലേ? അപ്പോൾ മൈനസ് റോ ഡബിൾ ഡോട്ട് ആർ ക്യാപ് ബൈ സി. കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാം. ഡബിൾ ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ സി. അത് കിട്ടി. ഇനി ഡൈവേർജൻസ് ഓഫ് ആർ ക്യാപ് ബൈ ആർ വേണം അല്ലേ? ഡൈവേർജൻസ് ഓഫ് ആർ ക്യാപ് ബൈ ആർ. ഡൈവേർജൻസ് ഓഫ് ആർ ക്യാപ് ഡിവൈഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു, ഇതും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ ആർ സ്ക്വയർ ആണെന്നാണ്. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക തനിയെ. ഐ തിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൂഫ് ഐഡൻറ്റിറ്റി. അത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എപ്പോഴെങ്കിലും ചെയ്ത് തരാം. ഇത് എളുപ്പമാണ്, ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, വെക്റ്റർ ഐഡൻറ്റിറ്റി. ഇത് വെച്ചിട്ട് നമുക്ക് ഈ എഴുതിയിരിക്കുന്ന മേളിൽ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്ക് ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ ഇപ്പോൾ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 4, 5, 6. ഓക്കെ, ഇക്വേഷൻ 6ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 6ന് ഡെൽ ഡോട്ട് റോ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സി is equal to 1 by c into r cap by r dot minus rho double dot r cap divided by c plus rho dot 1 by r square. ഇങ്ങനെ കിട്ടുക അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. എനിവേ അതങ്ങനെ നിൽക്കട്ടെ, കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ആർ ക്യാപ്പ് ഇതിലേക്ക് ഡോട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുക? ആർ ക്യാപ്പ് ഡോട്ട് ആർ ക്യാപ്പ് എന്താ കിട്ടുക? ആർ ക്യാപ്പിൻ്റെ മോഡുലസ് സ്ക്വയർ ആണ്. സിൻസ് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? യൂണിറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1 by c മൈനസ് റോ ഡബിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സി എന്ന് എഴുതാം, പ്ലസ് റോ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്താൽ ഐ ക്യാൻ റൈറ്റ് മൈനസ് റോ ഡബിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സി സ്ക്വയർ പ്ലസ് റോ ഡബിൾ ഡോട്ട്, ഓക്കെ, റോ സിംഗിൾ ഡോട്ട് ആർ സ്ക്വയർ സി. ഇനി ഇതിനെ നമുക്ക് തിരിച്ച് അവിടെ ആവശ്യമുണ്ട്, മറ്റേ ഇൻ്റഗ്രലിൽ ആവശ്യമുണ്ടല്ലേ? ഇൻ്റഗ്രലിൽ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇൻ്റഗ്രലിലെ സെക്കൻഡ് ടേം കൂടെ കണ്ടുപിടിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എത്രയപ്പോൾ 7. അപ്പോൾ നമുക്കിതിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഈ ടേം കണ്ടുപിടിക്കാം. ഈ ടേം സിമിലർലി ആ സെയിം ഐഡൻറ്റിറ്റി വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഡെൽ ഡോട്ട് ആ ടേം ഏതാണ്? റോ ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അതല്ലേ ടേം? റീചെക്ക് ചെയ്യാം. യെസ്, അതെ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയും ആ സെയിം ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, റോ ഡെൽ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡോട്ട് ഡെൽ റോ. ആദ്യം പറഞ്ഞ വെക്ടർ ഐഡൻറ്റിറ്റി, അതായത് ഈ വെക്ടർ ഐഡൻറ്റിറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, മേളിലുള്ള ഈ ഐഡൻറ്റിറ്റി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എഴുതുമ്പോൾ ഇതിൽ ഇവിടെ 2 ഐഡൻറ്റിറ്റീസ് വരുന്നുണ്ട്. 2 ഐഡൻറ്റിറ്റി അല്ല, ഒരു ഐഡൻറ്റിറ്റിയാണ് ആക്ച്വലി. ഡെൽ ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 4 pi
ഡിറാക് ഡെൽറ്റയാണ്. ആർ മൈനസ് ആർ 4π ആർ മൈനസ് ആർ എടുക്കണ്ട, 4π ഡിറാക് ഡെൽറ്റ. ഓക്കെ, ഈ ഡിറാക് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ പറ്റുവാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഐഡൻറ്റിറ്റി ആയി. ദെൻ ഡെൽറോ എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡെൽറോ എന്താണ്? ഡെൽറോ ഈസ് ഈക്വൽ ടു മുന്നേ കണ്ടുപിടിച്ചതാണല്ലോ, ഇക്വേഷൻ 2 മൈനസ് റോ ഡോട്ട് ആർ ക്യാപ് ബൈ സി. സോ ഡെൽറോ ഈസ് ഈക്വൽ ടു മൈനസ് റോ ഡോട്ട് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ സി. അങ്ങനെയാണെങ്കിൽ ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 8 എന്ന് എഴുതാം. സോ ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ഡെൽ ഡോട്ട് റോ ആർ ക്യാപ് ബൈ ആർ സ്ക്വയർഡ് is equal to 4π റോ ഡെൽറ്റ. ഈ ഡെൽറ്റ ക്യൂബ് എന്ന് എഴുതിയിരിക്കുന്നത് 3 ഡയമെൻഷണൽ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണെന്ന് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെന്താണ് ഡിറാക് ഡെൽറ്റ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, പ്ലസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ ഡോട്ട് മൈനസ് റോ ഡോട്ട് ആർ ക്യാപ് ബൈ സി. ഇവിടെ എനിക്ക് ആർ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോപ്പർട്ടി വെച്ച് തന്നെയായിട്ട് ആർ ക്യാപ് ഡോട്ട് ആർ എന്ന് പറയുന്നത് ആർ ക്യാപ് ഡോട്ട് ആർ ക്യാപ് എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷനെ എങ്ങനെ എഴുതാം? ഇക്വേഷനെ മൈനസ് ഇവിടെ ഇതും കൂടെ സബ്ട്രാക്ട് ചെയ്യാം, ഇതും കൂടെ മാറ്റി കളയാം. മൈനസ് റോ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സി എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിന് ഇക്വേഷൻ നമ്പർ 9 കൊടുക്കാം. ഇനി ആ ഇൻ്റഗ്രലിൽ അത് കൊടുക്കാമല്ലോ. ഡെൽ സ്ക്വയർ വിയുടെ ഇൻ്റഗ്രലിൽ അത് കൊടുക്കാം. അപ്പോൾ ഡെൽ സ്ക്വയർ വി എന്ന് പറയുന്നത് 1/4π എപ്സിലോൺ നോട്ട് ഫസ്റ്റ് പാർട്ട് ഇൻ്റഗ്രൽ. ഓക്കെ, ഇൻ്റഗ്രൽ എന്താ പറയുക, ഡെൽ ഡോട്ട് ആർ റോ ഡോട്ട് ആർ ക്യാപ് ബൈ ആർ സി വേണം അല്ലേ? അത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് ഇക്വേഷൻ 7 കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇക്വേഷൻ 7 റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക. സോ അത് മൈനസ് റോ ഡബിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സി സ്ക്വയർഡ് ആണ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇവിടെ ദെൻ പ്ലസ് റോ ഡോട്ട് ഡിവൈഡ് ബൈ ആർ സി ആണ്. ആർ സ്ക്വയർ സി ആണ്, ആർ സി ആണ്, ആർ സ്ക്വയർ സി ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇതല്ലേ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4π റോ ഡെൽറ്റ ആർ പ്ലസ് ആണ് മൈനസ് ആണ്, ഒരു മൈനസ് ഇല്ലേ? യെസ്, മൈനസ് റോ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സി. ഇൻറ്റു ഡി ടോപ്പ് പ്രൈം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ ടേം ക്യാൻസൽ ഔട്ടായി പോവോ? 2 ടേം പോവും അല്ലേ? ഏതൊക്കെ ടേമാണ്? ഈ ടേം അതിൻ്റെ നെഗറ്റീവാണ് ഇവിടെ വരുന്നത്, അത് രണ്ടും പോവും. സോ റിമൈനിങ് ആയിട്ട് വരുന്നത് ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 1/4π എപ്സിലോൺ നോട്ട് ഇൻ്റഗ്രൽ മൈനസ് റോ ഡബിൾ ഡോട്ട് ഡിവൈഡഡ് ബൈ ആർ സി സ്ക്വയർഡ് പ്ലസ് 4π റോ ഡെൽറ്റ ക്യൂബ് ഡിറാക് ഡെൽറ്റ ആർ ഇൻറ്റു ഡി ടോപ്പ് പ്രൈം കിട്ടും. ആ മൈനസ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ എനിക്ക് എഴുതാം 1/4π എപ്സിലോൺ നോട്ട്. 2 ഇൻ്റഗ്രലായിട്ട് എഴുതാൻ പോകുന്നു ഞാനിതിനെ. മൈനസ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇൻ്റഗ്രൽ റോ ഡബിൾ ഡോട്ട് ബൈ ആർ സി സ്ക്വയർഡ് ഡി ടോപ്പ് പ്രൈം. കാരണം ഈ മൈനസും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസും കൂടെ പോകും. മൈനസ് 1/4π എപ്സിലോൺ നോട്ട് ഇൻ്റഗ്രൽ 4π റോ
ഡെൽറ്റ ക്യൂബ് അല്ലെങ്കിൽ ഡിറാക് ഡെൽറ്റ ഡീറ്റോ പ്രൈം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ എഴുതിയിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഒരു സി സ്ക്വയർ എനിക്ക് പുറത്തേക്ക് എടുക്കാം. സി സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. 1/c squared ഇൻറ്റു 1/4 epsilon naught ഇൻ്റഗ്രൽ റോ ഡബിൾ ഡോട്ടിന് എന്ത് എഴുതാം? ഡോ സ്ക്വയർ റോ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ ആർ ഡീറ്റോ പ്രൈം മൈനസ് 1/4 മൈനസ് 1/4 എപ്സിലോൺ നോട്ട്. ബാക്കി ഈ സെയിം ക്വാണ്ടിറ്റി അതുപോലെ തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, വേറെ ഉണ്ടാകുന്നതോടെ എഴുതുന്നില്ല. നമുക്ക് അതിന് പകരം സെയിം ക്വാണ്ടിറ്റി തന്നെ അവിടെ പിടിച്ച് വെച്ച് വയ്ക്കാം, അതായിരിക്കും ബെറ്റർ. ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ അതേ ക്വാണ്ടിറ്റി അവിടെ എഴുതിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എന്താണത്? 1/c square ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഓഫ് 1/4 epsilon naught ഇൻ്റഗ്രൽ റോ ഡീറ്റോ പ്രൈം ബൈ ആർ ആണ്. ഓക്കെ, മൈനസ് 1 അഗെയിൻ മറ്റേ ക്വാണ്ടിറ്റി മൈനസ് സോറി, അത് ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. അതിനെ മൂവ് ചെയ്യണമെന്ന് അതെടുത്ത് മൂവ് ചെയ്ത് ഇതാക്കാം. ഫൈൻ. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പോൾ ഇനി നോക്കിയാൽ ദിസ് ഈസ് ഈക്വൽ ടു 1/c squared ഇൻറ്റു ഈ ബ്രാക്കറ്റിലെ ക്വാണ്ടിറ്റി എന്താ? ഇത് സ്കെയിലാർ പൊട്ടൻഷ്യലിൻ്റെ, അതായത് റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ ഡെഫിനേഷനാണ്. റോ എന്ന് പറയുന്നത് ആർ പ്രൈം ടി ആറിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. സോ ദിസ് ഈസ് റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ. സോ ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർഡ് വി മൈനസ് അഗെയിൻ സെയിം ക്വാണ്ടിറ്റി, സെയിം ക്വാണ്ടിറ്റിയാണ് വരിക. റൈറ്റ് അഗെയിൻ കോപ്പി ചെയ്തപ്പോൾ ചെറിയ പ്രശ്നമാണത്. 1/c squared ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർഡ് വി, ഞാൻ തന്നെ ഓർഡർ ചെയ്തത്, അതാണ് നല്ലത്. ഇങ്ങനെ വരും. ഇൻ്റഗ്രൽ 4 റോ ഇൻറ്റു ഡെൽറ്റ ആർ ഡീറ്റോ പ്രൈം. ഓക്കെ, ഇവിടെ ഡീറ്റോ പ്രൈം എഴുതാൻ മറന്നുപോയി. ഡീറ്റോ പ്രൈം എഴുതാണ്ടിരുന്നാൽ തെറ്റിപ്പോട്ടോ. ഡീറ്റോ പ്രൈം അല്ലെങ്കിൽ മിസ്റ്റേക്കാണ്. ഓക്കെ, പ്രൈം കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ ഈ ഒരു പാർട്ടിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്താൽ എനിക്ക് ഇതിങ്ങനെ എഴുതാം. ഡെൽ സ്ക്വയർഡ് വി മൈനസ് 1/c squared ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർഡ് വി ഈസ് ഈക്വൽ ടു മൈനസ് 1/4 എപ്സിലോൺ നോട്ട് ഇൻ്റഗ്രൽ 4 റോ ഡെൽറ്റ ആർ ഡീറ്റോ പ്രൈം. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇതിൽ ഇനിയാണ് ഞാൻ പറഞ്ഞത് ഡിറാക് ഡെൽറ്റ നമുക്ക് എന്തായാലും വേണ്ടി വരും. ഡിറാക് ഡെൽറ്റ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണുള്ളത്? ഓക്കെ, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്കിനി ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, കുറേ പ്രത്യേകതകളുണ്ട് ഈ ഫംഗ്ഷന്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ചെയ്യില്ല. ഫംഗ്ഷൻ്റെ 1-2 പ്രോപ്പർട്ടികൾ പറയാം. ഈ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, അതായത് 1 ഡയമെൻഷണൽ ഡിറാക് ഡെൽറ്റ ഞാൻ എഴുതാം. പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഐഡിയ എന്താണുള്ളത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബിഹേവിയർ ഇങ്ങനെയാണ്. ഈ ഫംഗ്ഷനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ഫ്രം -∞ to ∞ ഡെൽറ്റ ഓഫ് ലെറ്റ്സ് സേ എക്സ് മൈനസ് വെറും എക്സ് ഡെൽറ്റ എക്സ് ഡി എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം വരിക എന്ന് പറയുന്നത്, ഈ ഗ്രാഫ് ഡിറാക് ഡെൽറ്റയുടെ പ്ലോട്ട് ഇങ്ങനെ വരിക. XY ആക്സിസ് എടുത്തു,
ഇതിൽ ഡെൽറ്റ ഫംഗ്ഷനെ ഞാൻ വേറെ കളറിൽ പ്ലോട്ട് ചെയ്യാം. ഇതിങ്ങനെയായിരിക്കും വരും, സ്ട്രെയിറ്റ് ലൈൻ. ഒറ്റ പീക്കാണ്. ഇത് എക്സ് ഈക്വൽ ടു 0 ഇല്ല, അതായത് ഒറിജിനിൽ ഒരു പീക്ക് വരും. എക്സ് ഈക്വൽ ടു 0 ഒരു പീക്ക് വരും. അതാണ് ഡിറാക് ഡെൽറ്റയ്ക്ക് സംഭവിക്കുക. സിമിലർലി ഇപ്പോൾ ഞാൻ ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ലെറ്റ്സ് സേ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കും. ആ പോയിന്റിൽ പീക്ക് വരും. എക്സ് നോട്ട് എഴുതിയിരിക്കുന്നത് എവിടെയാണോ അവിടെ പീക്ക് ചെയ്യും. അവിടെ മാത്രമേ വാല്യൂ ഉള്ളൂ, ബാക്കിയൊന്നും വാല്യൂ ഇല്ല. എന്നിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ -∞ ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ആ പോയിന്റ് അടങ്ങുന്ന റീജിയനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വാല്യൂ 1 ആവുകയും ചെയ്യും. ഇതാണ് ഡിറാക് ഡെൽറ്റയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഒത്തിരി പ്രത്യേകത ഉള്ളത് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ. നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി മാത്രം തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഞാൻ പറയാം പിന്നീട്. ഇൻ്റഗ്രൽ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇഫ് യു ലെറ്റ്സ് സേ ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, ആ ഫംഗ്ഷനുണ്ട് ആൻഡ് ഡെൽറ്റ യു മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൽറ്റ ഫംഗ്ഷൻ എക്സ് മൈനസ് എക്സ് നോട്ട് ഡി എക്സ്. ഈ ഇൻ്റഗ്രൽ ചെയ്താൽ കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സെയിം ഫംഗ്ഷൻ തന്നെ റിട്രീവ് ചെയ്യും ആൻഡ് വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ദറ്റ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. കാരണം എന്താ, ഡിറാക് ഡെൽറ്റ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പീക്ക് ചെയ്യുന്നത് എവിടെ മാത്രമാണ്? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ പീക്ക് ചെയ്യുന്നത് എക്സ് നോട്ടിൽ മാത്രമായിരിക്കും. ഫിഗർ കണ്ടറിയാലോ, എക്സ് നോട്ടിൽ മാത്രമേ പീക്ക് ചെയ്യുള്ളൂ, ബാക്കിയുള്ള പോയിന്റുകളൊക്കെ 0 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് നോട്ടിന് എഫ് ഓഫ് എക്സിൽ എക്സ് നോട്ട് വരുന്ന വാല്യൂ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, ബാക്കി എല്ലാ വാല്യൂവും 0 ആയി പോകും. ഇൻ്റഗ്രേഷൻ ഒരു സമ്മേഷനുള്ളൂ, ആ സമ്മേഷനിൽ എക്സ് നോട്ട് വരുന്ന വാല്യൂ മാത്രം റീറ്റെയിൻ ചെയ്യും, ബാക്കി മുഴുവൻ പോകും. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി. ഇതാണ്. ഇനിയും കുറേ പ്രത്യേകതകളുണ്ട് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, അത് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഓൾറെഡി കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഡെൽറ്റ ഫംഗ്ഷൻ വരുന്നതെന്നൊക്കെ. നമുക്ക് സമയം കിട്ടുമ്പോൾ പിന്നീട് ഒരിക്കൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് എനിക്കിവിടെ ആവശ്യം, രണ്ടാമത് എഴുതിയ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി അനുസരിച്ച് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. നമ്മൾ മേളിൽ എഴുതിയിരിക്കുന്നതിന് വിൽ റൈറ്റ് ഇറ്റ് ആസ് del squared v minus dou 1/c squared dou squared v by dou t squared is equal to ഈ 4π പുറത്തേക്ക് എടുത്താൽ താഴെയുള്ള 4π ആയിട്ട് ക്യാൻസൽ ചെയ്യാം, -1/epsilon0 എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഈ ഇൻ്റഗ്രേഷൻ നടക്കുന്നത് -∞ ടു ഇൻഫിനിറ്റി ആണെന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ആ റീജിയനുള്ളിൽ വരുന്നു. ദെൻ വി ഹാവ് റോ എന്ന് ശരിക്കും പറയാൻ വെറുതെ എഴുതുന്നെങ്കിലും ഉദ്ദേശിക്കുന്ന റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ പ്രൈം ആൻഡ് ടി ആർ ഓൾസോ. തൽക്കാലം അത് ആർ പ്രൈം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആർ പ്രൈം ആൻഡ് ടി ആർ ഇരിക്കട്ടെ. ആർ പ്രൈം ടി ആർ ഇൻറ്റു ഡെൽറ്റ ഫംഗ്ഷൻ. ഡെൽറ്റ കേർലി ആർ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കേർലി ആർ ഇസ് ഈക്വൽ ടു ആർ മൈനസ് ആർ പ്രൈം എന്ന് നമുക്കറിയാം. ബൈ ഡെഫിനിഷൻ അങ്ങനെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ആർ മൈനസ് ആർ പ്രൈം തീറ്റോ പ്രൈം. ഇത് ഞാൻ പറഞ്ഞു 3 ഡയമെൻഷണൽ ഡിറാക് ഡെൽറ്റയാണ്. പക്ഷേ 3 ഡയമെൻഷണൽ ഡിറാക് ഡെൽറ്റയ്ക്ക് ഇതേ പ്രത്യേകത തന്നെയാണ്. പൊസിഷൻ വെക്ടർ ആർ പ്രൈം ഉള്ള പോയിന്റ് എവിടെയാണോ അവിടെ ആയിരിക്കും ഫംഗ്ഷൻ പീക്ക് ചെയ്യുന്നത്. സോ ഇത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ എഫ് ഓഫ് എക്സിന് പകരം കിട്ടിയിരിക്കുന്ന വാല്യൂ ഏതാ? ഈ റോയാണ്. ഓക്കെ, റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ പ്രൈം ആൻഡ് ഇവിടെ ഓൾറെഡി ആർ പ്രൈം ഉണ്ട്. ഈ ഡെൽറ്റ ഫംഗ്ഷൻ വേറെ പ്രത്യേകത ഉണ്ട്, അത് സിമെട്രിക്കാണ്. ആർ മൈനസ് ആർ പ്രൈം എന്ന് പറയുന്നത് ആർ പ്രൈം മൈനസ് ആർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സോ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ആർ പ്രൈം മൈനസ് ആർ എന്ന് എഴുതാം. ഇവിടെ നോക്കിയാൽ ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മളുടെ ഈ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ മേളിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ആകാൻ പോകുന്നത്. യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 1/epsilon0 റോ എന്ന് തന്നെ എഴുതാം. വേർ റോ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആയിട്ട് മാറും. എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആറാണ്, എക്സിൻ്റെ സ്ഥാനത്ത് ആർ പ്രൈം ആണ്. അപ്പോൾ എക്സ് നോട്ടായിട്ട് മാറേണ്ടതല്ലേ, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയേണ്ടതല്ലേ. സോ റോ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ. സോ നമുക്ക് വേണ്ട ഇക്വേഷനിലേക്ക് വന്നിരിക്കുന്നത് del square v minus 1/c squared dou square v by dou t squared is equal to minus rho by epsilon0. ഈ പ്രോപ്പർട്ടി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡിറാക് ഡെൽറ്റയ്ക്കുള്ള പ്രത്യേകതയാണത്. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ പ്രോപ്പർട്ടി വെക്റ്റർ ഫോമിലുള്ള ആ ഒരു പ്രോപ്പർട്ടി ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ എഴുതാം. അടുത്ത പേജിൽ ഞാൻ ഒന്നുകൂടെ എഴുതാം. ഇൻ്റഗ്രൽ
മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലെറ്റ്സ് സേ റോ ആർ പ്രൈം ടി ആർ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആർ പ്രൈം മാത്രമായിട്ട് എഴുതിയാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഡെൽറ്റ ക്യൂ ആർ പ്രൈം മൈനസ് ആർ ഡീറ്റോ പ്രൈം. ഇതെന്താണെന്നുള്ളതാണ് ചോദ്യം. അത് മനസ്സിലായില്ലാത്തവർക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ പ്രോപ്പർട്ടി അനുസരിച്ച് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നോട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം ആർ പ്രൈം ആണ്, എക്സ് നോട്ടിന് കറസ്പോണ്ടായിട്ട് എഴുതിയിരിക്കുന്നത് ആറും ആണ്, ആൻഡ് എഫ് ഓഫ് എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് റോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ എന്ത് വേണം, റോ തന്നെ റീറ്റെയിൻ ചെയ്യണം. ആൻഡ് റോ വിൽ ബി എ ഫങ്ഷൻ ഓഫ് എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് വരുന്ന ക്വാണ്ടിറ്റി, അതേതാ ആറാണ്. സോ അങ്ങനെയാണിത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടി ആർ ഒക്കെ അവിടെ ഉണ്ട് ഓൾറെഡി, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് ഇക്വേഷൻ, ഇൻഹോമോജീനിയസ് വേവ് ഇക്വേഷനാണിത്, ഏതിൻ്റെ, സ്കെയിലാർ പൊട്ടൻഷ്യലിൻ്റെ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെയും വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് നമ്മൾ ബൈ ഗസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്ന റിട്ടാർഡഡ് പൊട്ടൻഷ്യലിൻ്റെ ഫോം കറക്റ്റാണ്, എക്സാക്ട്ലി അത് തന്നെയാണ് ഫോം എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ക്ലാസ്സിൽ ആക്ച്വലി അസൈൻമെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നതാണ്, പിന്നീട് ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ട്. അതവർ നോട്ട് എഴുതി അസൈൻമെൻ്റ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ നോട്ട്സ് അവരോട് ചോദിക്കുക, അവരുടെ കയ്യിൽ അതുണ്ട്, അത് ചെയ്തത് എങ്ങനെയാണ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് അവരുടെ കയ്യിലുണ്ട്, അത് നോക്കുക, എന്നിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, എന്നിട്ട് അത് അസൈൻമെൻ്റ് ആയിട്ട് എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട് ക്ലാസ് റൂമിൽ. ആ ഒരു അസൈൻമെൻറ്റിൽ അത് പോസ്റ്റ് ചെയ്ത് കേട്ടോ ചെയ്തിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അവിടെ ഡെൽ പ്രൈം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആ വർക്ക് ചെയ്യുമ്പോൾ, ഡെൽ പ്രൈം ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡെൽ പ്രൈമും ഡെല്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയാൻ കാരണം. അവിടെ ഡെൽ പ്രൈം ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡെൽ പ്രൈം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്യുന്നത് അവിടെ. അതൊരു പ്രോബ്ലമാണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇയറിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന് അത് ചോദിച്ചിട്ടുണ്ട് പ്രോബ്ലമായിട്ട്. അതായത് നമ്മളുടെ ഈ പറയുന്ന ക്വാണ്ടിറ്റി, അതായത് നമ്മളുടെ വെക്റ്റർ പൊട്ടൻഷ്യൽ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണിക്കാം. അത് വേറെ രീതിയിലും ചോദിക്കാം. ഷോ ദാറ്റ് റിട്ടാർഡഡ് പൊട്ടൻഷ്യൽ സാറ്റിസ്ഫൈ ലോറൻസ് കേജിനും പ്രൂവ് ചെയ്യാൻ പറയാം. അതായത് ഡെൽ ഡോട്ട് എ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ഡോ വി ബൈ ഡോ ടി ആണെന്ന് പ്രൂവ് ചെയ്യാനും പറയാം. രണ്ടും ഒരേ ചോദ്യമാണ് കേട്ടോ. അത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഡെൽ ഡോട്ട് എ ഈക്വൽ ടു മൈനസ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷൻ കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടിയത്, ഇല്ലെങ്കിൽ ആ ഫോമിൽ കിട്ടത്തില്ല. സോ അതിൻ്റെ അർത്ഥം ആ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയുന്നതും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയുന്നത് ഒന്ന് തന്നെയാണ്. സോ ഇതിലേലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ ആ ചോദ്യം ഇൻ സെൻസ് രണ്ട് ചോദ്യങ്ങളും ഒന്ന് തന്നെയാണ്. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാലും വെക്റ്റർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്കെയിലാർ പൊട്ടൻഷ്യൽ ഇൻഹോമോജീനിയസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഒരേ രീതിയിൽ പ്രൂവ് ചെയ്താൽ മതി. ഞാൻ കൊടുത്തിരിക്കുന്ന പ്രൂഫ് ഇതിൻ്റെയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെയാണ്. അപ്പോൾ ആ പ്രൂഫ് ഒന്ന് ചെക്ക് ചെയ്യുക, അതിലെവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു. ജെഫി മെൻകോസ് ഇക്വേഷനാണ് നമുക്ക് ഇനിയുള്ളത്. അത് നമുക്ക് അടുത്ത